ഹലോ ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ. ഫസ്റ്റ് ഇതാ ചെമ്മീനൊക്കെ ഒന്ന് നേരാക്കി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 വട്ടം കഴുകിയിട്ടാണ് കേട്ടോ നമ്മളിത് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇതാ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് മീൻ മസാല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ 1 ടീസ്പൂണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പുമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോനാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത്. അര കിലോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും കുറച്ചിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 മീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ വേറെ. അതിലേക്കിതാ കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തു കേട്ടോ. ഇത് നമുക്കൊരു 10 മിനിറ്റോ 5 മിനിറ്റോ കുറച്ച് നേരത്തേക്ക് അടച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാനിതാ കല്ലിലാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ആവാണ്ടായിരുന്നു, അപ്പോൾ ഒന്നും കൂടി ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമുക്കൊരു ചെറിയൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ 2 സവോള അരിഞ്ഞതും അതുപോലെ തന്നെ 2-3-4 പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഉള്ളിയൊക്കെ നമ്മൾ കുറച്ച് എടുക്കാൻ പാടുള്ളൂ, മിനിമം 2 ഇല്ലെങ്കിൽ മധുരിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് ഗ്യാസൊക്കെ കത്തിച്ച് അതുപോലെ തന്നെ ചീഞ്ചട്ടി ചൂടാക്കാൻ വെക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചീഞ്ചട്ടി. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മീൻ വറുത്തതിൻ്റെ എണ്ണയാണ് കേട്ടോ അതിലേക്ക് യൂസ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. രാവിലെ മീൻ പൊരിച്ചതിൻ്റെ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇതാ ഫസ്റ്റത്തത് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. കുറച്ചും കൂടി ഇട്ട് കൊടുത്തു തിക്കായിട്ട് തന്നെ. എന്നിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മൊരിപ്പിക്കൊന്നും വേണ്ട, കുറച്ചങ്ങോട്ട് മൊരിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റിയിടുകയാണ് പാത്രത്തേക്ക്. ഇത് നല്ലോണം മൊരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പ്പ് വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര മൊരിപ്പിക്കാനേ പാടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ മൊരിപ്പിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിലേക്കുള്ള സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്കുള്ള ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇടുകയാണ്. ആ മൊരിപ്പിച്ച എണ്ണയിൽ തന്നെ നമ്മൾ വാട്ടുകയാണ് കേട്ടോ ചെയ്യണത്. വേറെ എണ്ണ എക്സ്ട്രാ എടുക്കണമൊന്നുമില്ല. ആ എണ്ണയിലിട്ട് നമ്മൾ നല്ലതുപോലെ വാട്ടി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് അതിലേക്ക് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വറുത്തയിൽ ഇട്ട കാരണം കൊണ്ട് അധികം ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി കേട്ടോ, നോക്കിയിട്ട് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ അതിന് മുകളിൽ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടിയും പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. ഒരു മണത്തിനാണ്. ഇപ്പം തന്നെ നല്ല മണം വന്നു തുടങ്ങി അതിൽ ആ എണ്ണയിലിട്ട് വാട്ടണ കാരണം കൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ മീൻ മസാല ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും മുളക് പൊടി 1 ടീസ്പൂണിലെ കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലതുപോലെ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കണ ചെമ്മീൻ നമുക്ക് അതിലേക്ക് കൊട്ടുകയാണ് ചെയ്യണത് കേട്ടോ, നേരെ എടുത്തിട്ട്. എന്നിട്ട് അത് വെള്ളം അപ്പം തന്നെ ഒഴിക്കാനൊന്നും പാടില്ല കേട്ടോ. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളമൊക്കെ ഒഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മീൻ കൊട്ടി നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ആ എരിവൊക്കെ നന്നായി അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനിൽ തന്നെ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇളക്കണത്. നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെമ്മീനിലേക്ക് എരിവും ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് തീ ഒന്ന് കൂട്ടി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ഗ്ലാസ് അല്ല, ഒരു 2 ഗ്ലാസ് മിനിമം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നല്ലതുപോലെ കുറുകി വന്നിട്ട് കേട്ടോ. ഇതേപോലെയാണ്. എന്നിട്ട് നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ അത് പിടിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കാരണം എന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ഒഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൂട്ടി നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ കറിയും അതുപോലെ തന്നെ ചെമ്മീനും എടുത്തു കേട്ടോ. ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ തന്നെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലുപ്പേരി ഉണ്ടായിരുന്നു, മേമടോട് നിന്ന് തന്നതാണ് കേട്ടോ ചിക്കൻ കറി കടല ഉപ്പേരിയും കൂട്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമുക്കത് കൂട്ടിയിട്ട് എങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബായ്.